നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരുമ്പോൾ, അല്ലെങ്കിൽ CPM വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചപ്പോഴൊക്കെ തന്നെ അന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കാണുന്നു, ഒപ്പം സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു മത്സരം എന്ന് പറയുമ്പോൾ വിജയം മാത്രമല്ലല്ലോ, പരാജയവും അവിടെ ശക്തമായി നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണല്ലോ. എല്ലാ വിജയവും പരാജയത്തിൻ്റെ കൂടി കയ്പും മധുരവും അറിഞ്ഞു നേടിയ വിജയം തന്നെയായിരിക്കും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും വിജയിച്ചു കയറിയവർ ആയിരിക്കണം എന്നില്ല. പക്ഷെ അപ്പോഴും വിജയത്തെ മാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തോൽവിയെ എപ്പോഴും അവഗണിക്കുന്ന, തോൽവി ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മാറുകയാണ് എന്ന് മനസ്സിലാവുകയാണ്. തോൽവികൾ എത്ര ഏറ്റുവാങ്ങിയിട്ടും എന്തിനാണ് തോൽപ്പിച്ചത് ജനമെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഇപ്പോഴും ധാർഷ്ട്യം കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഡൽഹിയിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയും മൈക്ക് നീട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെയാകാം എന്നൊരു മട്ടിൽ ഒരു ചെറിയ ചിരിയോടുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വരാതെ പോവുകയായിരുന്നു. തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഈ CPM-നെ അണികൾക്ക് ക്യാപ്സ്യൂകൾ മാത്രം കൊടുക്കാതെ നമ്മൾ തിരിച്ചു വരും എന്നുള്ള ശക്തമായ ഒരു അറിയിപ്പെങ്കിലും, അല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന ശക്തമായ ഒരു വായ്മൊഴിയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു ഊർജ്ജമെങ്കിലും കൊടുക്കാൻ കഴിയാത്ത നേതാവ് ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നേതാവാണോ എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ്. തന്നെ വിശ്വസിച്ചായിരിക്കാം ഒരുപക്ഷെ അണികളെല്ലാം നിൽക്കുന്നത്. താൻ ഒരു വലിയൊരു ഊർജ്ജമാണ് എന്ന് പലരും കരുതിയിരിക്കാം. കാരണം അങ്ങനെ കരുതിയിരുന്ന പലരുമാണ് ഇപ്പോൾ അവർ തന്നെ സ്വയം, ആരും ക്യാപ്സ്യൂൾ പഠിപ്പിക്കാനില്ല, അവർ തന്നെ സ്വയം തിരുത്തുമെന്ന് പറയുന്നത്. ആരോ എഴുതി കൊടുത്ത 2 വരി സെന്റൻസ് മാത്രം ഫേസ്ബുക്കിൽ ഇട്ടാൽ എല്ലാം ആകുമോ എന്ന ചോദ്യവും ഉണ്ടാവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇതാദ്യമായി കാവൽ മുഖ്യമന്ത്രിയായി വിജയന്റെ പരസ്യ പ്രതികരണം വരുമ്പോൾ ചിരിച്ചുകൊണ്ട് പിന്നെ കാണാം എന്നായിരുന്നു പിണറായിയുടെ മറുപടി. ദില്ലിയിൽ ചേർന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങവെയാണ് പിണറായി ആദ്യമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരൊറ്റ മറുപടി പറഞ്ഞു നിർത്തുന്നത്. ഇതിനിടെ പലകുറി മാധ്യമപ്രവർത്തകർ വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒരക്ഷരം പറയാതെ നടന്നു നീങ്ങുകയായിരുന്നു. പിണറായിക്കൊപ്പം PB യോഗത്തിൽ ശേഷം നാട്ടിലേക്ക് മടങ്ങവെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലെ അഭിപ്രായം പങ്കിട്ടു. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം കേരളത്തിൽ തീരുമാനിക്കുമെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. 2 ദിവസം ദില്ലിയിൽ ചേർന്ന PB യോഗത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കം വിശദമായി തന്നെ ചർച്ചയായി. PB യോഗത്തിലെ തീരുമാനമടക്കം വിവരിച്ചുകൊണ്ട് MA ബേബി ജനങ്ങളെ കാണും. പ്രതിപക്ഷ നേതാവിൽ PB ഇടപെടുമോ? അതേസമയം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിൽ പോളിറ്റ് ബ്യൂറോയുടെ കൂടി ഇടപെടൽ ഉണ്ടാകും എന്ന സൂചന ഇന്നലെ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ നൽകിയിരുന്നു. വിഷയം PB ചർച്ച ചെയ്യുമെന്ന് MA ബേബി വിശദമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷ വികാരം. എന്നാൽ ജനറൽ സെക്രട്ടറി MA ബേബിക്കും കേന്ദ്ര നേതൃത്വത്തിന് വ്യത്യസ്ത നിലപാടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നത്. പാർട്ടിയിൽ ഒരു മാറ്റം വേണമെന്ന നിലപാട് ചില കേന്ദ്രങ്ങൾക്കുമുണ്ട്. വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്റെ അഭിപ്രായം PBയിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും അറിയിച്ചിട്ടുണ്ടാകും. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് പിണറായിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയെങ്കിലും പിണറായിക്ക് ആ സ്ഥാനം തുടരാം. ഇക്കാര്യത്തിലെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് പിണറായി ദില്ലിയിൽ മറുപടി നൽകിയിട്ടില്ല. പിണറായിയെ നേതാവാക്കി KN ബാലഗോപാലിനെ ഉപനേതാവാക്കുക എന്ന നിർദ്ദേശമാണ് CPM-നകത്ത് ഉള്ളത്. PB യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായിട്ടുണ്ടെങ്കിൽ ബേബി കൂടി പങ്കെടുക്കുന്ന കേരളത്തിലെ യോഗങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. അതിനിടെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI ആവശ്യപ്പെടുന്നത് CPM-ന് പ്രതിസന്ധിയാക്കുകയാണ്. ദില്ലിയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷം വിട്ടുവീഴ്ചയില്ല എന്നാണ് CPI നേതൃത്വം അറിയിച്ചത്. എന്നാൽ 3 ദിവസമായി CPI നേതാക്കൾ പരസ്യമായി ആവശ്യപ്പെടുന്ന കാര്യം അറിഞ്ഞിട്ട് പോലുമില്ലെന്നാണ് MA ബേബി പ്രതികരിച്ചത്. ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടുന്ന CPI നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി മാറി നിൽക്കണമെന്ന സന്ദേശം നൽകുകയാണെന്നും വിലയിരുത്തുന്നുണ്ട്. PB ഇക്കാര്യം ചർച്ച ചെയ്താലും അന്തിമ തീരുമാനം സംസ്ഥാനത്തെ ആലോചനയ്ക്ക് ശേഷമേ ഉണ്ടായേക്കാൻ നടപടിയുള്ളൂ. പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭ മുഖപത്രം ജീവനാഥവും രംഗത്തുണ്ട്.
ഒരിടത്തും തിരുത്തപ്പെടാത്ത രാജ്യത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സുപ്രീം ലീഡർ എന്ന ഭാവത്തിൽ സ്വേച്ഛാധിപത്യത്തിന്റെയും അമിത അധികാരപ്രേമത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും മാടമ്പിത്തരത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ജനവിരുദ്ധതയുടെയും പ്രതീകമായി പിണറായി വിജയൻ മാറിയെന്ന മുഖപത്രത്തിലൂടെ വിമർശിക്കുന്നുണ്ട്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പിണറായി വിജയന്റെ ചിത്രം വെച്ച ഫ്ലക്സ് അഹന്തയുടെ വെല്ലുവിളിയായിരുന്നു. കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ചെലവഴിക്കാത്ത ഭീമമായ ഫണ്ട് വിവിധ സർക്കാർ വകുപ്പുകൾ ഇത്തവണ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിച്ചു. 1980 ശേഷം ഏറ്റവും ശോഷിച്ച പ്രതിപക്ഷമാണ് ഇത്തവണത്തേതെന്നും മുഖപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പാർട്ടിയെയും ഇടതുമുന്നണിയെയും ഭരണ സംവിധാനത്തെയും തന്നിൽ കേന്ദ്രീകരിച്ച പിണറായി ഉൾപാർട്ടി വിയോജിപ്പുകൾ അടിച്ചമർത്തുന്ന അതേ അസഹിഷ്ണുതയുടെ നയമാണ് പ്രതിപക്ഷത്തെ എതിർപ്പ ശബ്ദങ്ങളോടും സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ജനകീയ പ്രസ്ഥാനങ്ങളോടും കാണിച്ചത്. തിരുവനന്തപുരത്തെ തീരശോഷണവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസവും മുതലപ്പുഴി ഹാർബറിലെ കൂട്ടമരണങ്ങളും വിഴിഞ്ഞം തുറമുഖത്തെ പുലിമുട്ട് നിർമ്മാണവും ബന്ധപ്പെട്ട് ജനകീയ പ്രക്ഷോഭം, ഓഖി ചുഴലിക്കാറ്റ്, ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം പാക്കേജ്, കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽ നഷ്ടം, മത്സ്യബന്ധന വള്ളങ്ങൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി, മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടങ്ങൾക്കും തൊഴിലങ്ങൾക്കും സംരക്ഷണം, മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഭൂമി കേരള വഖഫ് ബോർഡ് ആസ്തി വിവര പട്ടികയിൽ ചേർത്തതിനെ തുടർന്ന് റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നീതി, ജസ്റ്റിസ് JB ഘോഷി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കൽ, സംവരണ ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ തീരദേശ ജനതയുടെയും ലത്തീൻ സമുദായത്തിന്റെയും ജീവൽ പ്രധാനമായ പ്രശ്നങ്ങളിൽ പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ പലതും വഞ്ചനാപരവും ജനവിരുദ്ധവുമാണ് എന്ന് ലത്തീൻ സഭ മുഖപത്രം വിമർശിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കുലുക്കമേ ഇല്ല. കപ്പിത്താൻ കുലുങ്ങുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഉള്ളിൽ നല്ലപോലെ വിഷമവും ദുഃഖവും വേദനയും ഒക്കെ ഉണ്ടാകാം. പക്ഷെ മുഖത്ത് ആ കുലുങ്ങാത്ത മുഖംമൂടി ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും പിടിച്ചു വന്ന ഇമേജിന് ഒരു എന്തെങ്കിലും കേടുപറ്റിയാലോ? കാത്തിരുന്ന് കാണാം. പ്രതിപക്ഷ നേതാവെങ്കിലും കേരളത്തിൽ ഉണ്ടാകുമോ എന്നറിയാൻ. What?